കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കൂട്ടിലക്കടവ് പാലപ്പുഴ പെരുങ്കായി തോട് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും അഴിമതിയുമെന്ന് നാട്ടുകാർ. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 12-ൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 ലക്ഷം രൂപ ചെലവഴിച്ച് നീർത്തട സംരക്ഷണം എന്ന പേരിൽ നടത്തിയ നിർമ്മാണ പ്രവൃത്തിയുടെ അശാസ്ത്രീയവും അപ്രായോഗികവുമായ രൂപകൽപ്പന മൂലം പ്രദേശവാസികൾക്കോ പ്രദേശത്തെ കൃഷിക്കാർക്കോ യാതൊരു പ്രയോജനവുമില്ല. സർവത്ര ഉപദ്രവമായി തീർന്നിരിക്കുകയാണ് നിലവിൽ. ഈ പ്രദേശത്തെക്കുറിച്ചോ തോടിൻ്റെ ഘടനയെക്കുറിച്ചോ പദ്ധതിയുടെ നീർത്തട സംരക്ഷണം എന്ന ലക്ഷ്യത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെയാണ് ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റുമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. തോടിൻ്റെ നിലവിലുള്ള വീതിയെങ്കിലും നിലനിർത്തി നിർമ്മാണം നടത്തുന്നതിനു പകരം വളരെ വീതി കുറച്ചാണ് ഇതിൻ്റെ വശഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തോടിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും സമീപത്തെ കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി കൃഷിയെ ദോഷമായി ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. PMKSY പദ്ധതിയുടെ ചട്ടം അനുസരിച്ച് ഇത്തരം പദ്ധതികളുടെ നിർമ്മാണം നടത്തുന്നത് പദ്ധതി പ്രദേശത്തെ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന നിർമ്മാണ കമ്മിറ്റി മുഖേനയാണ്. ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ അക്കൗണ്ടിലേക്കാണ് ഇതിൻ്റെ നിർമ്മാണ ഫണ്ട് നൽകുന്നത്. എന്നാൽ ഈ പദ്ധതിക്കായി രൂപീകരിച്ച നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ ഈ പദ്ധതി ഗുണഭോക്താക്കളോ പ്രദേശത്തെ കൃഷിയോ പാട്ടകൃഷി പോലുമില്ലാത്ത 2 വ്യക്തികളാണെന്നത് നിർമ്മാണ കമ്മിറ്റിയിലെ അഴിമതിക്ക് കളമൊരുക്കാനായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗുണഭോക്താക്കളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും അല്ലാതെ നടത്തിയ നിർമ്മാണ പ്രവൃത്തി ഒട്ടും നിലവാരമില്ലാത്തതാണ്. കേവലം 3 മാസമായപ്പോഴേക്കും പുറത്തെ സിമന്റ് പാളികൾ ഇളകി വരുന്ന അവസ്ഥയാണ്. മാത്രവുമല്ല, ഇതിന്റെ എസ്റ്റിമേറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ വശങ്ങൾ മണ്ണിട്ട് നികത്തണമെന്ന പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. വീതി കുറച്ചുകൊണ്ട് നിർമ്മിക്കാൻ ചെയ്യുന്നത് തൽഫലമായിട്ട് എന്താ വെച്ചാൽ ഈ മഴക്കാലത്തുണ്ടാകുന്ന വലിയ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഈ തോട് ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് കയറി കൃഷിയൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ എൻജിനീയേഴ്സിനെയും പിന്നെ ബ്ലോക്കിലും കരിമ്പൂർ പഞ്ചായത്തിലൊക്കെ സമീപിച്ചെങ്കിലും ഇതിന് ആ ഒരു നടപടിയും സ്വീകരിക്കാൻ ഒരു തയ്യാറായില്ല. പിന്നെ ഇതിൻ്റെ നിർമ്മാണം തീർത്തും നിലവാരമില്ലാത്തതാണ്. നിർമ്മിച്ച് ഏകദേശം 3-4 മാസമൊക്കെ ആകും തന്നെ ഇതിൻ്റെ സിമൻറ്റ് പാളികൾ മുഴുവൻ അടർന്ന് വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇതിൻ്റെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ്. പ്രവൃത്തിയുടെ നിർമ്മാണം മൂലം ഏറെ ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശത്തെ താമസക്കാരായ പാലപ്പുഴ തങ്കമ്മുവും കുടുംബവും. ഇവരുടെ വീട്ടിലേക്കുള്ള ഏക വഴി തോടിന് സമാന്തരമായിട്ടുള്ള നടവരമ്പായിരുന്നു. തോടിൻ്റെ അശാസ്ത്രീയ പാർശ്വഭിത്തി നിർമ്മാണം വരമ്പിൻ്റെ വീതി നഷ്ടപ്പെടുത്തുകയും പലയിടത്തും ചെളിവെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നത് കാരണം ഹൃദ്രോഗിയും മറ്റു ശാരീരിക അവശതകളും മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തങ്കമ്മുവിനും കുടുംബത്തിനും ഇതുവഴിയുള്ള യാത്ര ഏറെ ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. സന്തോഷമായിരുന്നു. ഒരു ഓട്ടോറിക്ഷ വരാനുള്ള രീതിയിലെങ്കിൽ ഒരു വഴി വീട്ടിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ. ഇപ്പോൾ അമ്മേൻ്റെ അവസ്ഥ ഇതാണല്ലോ, അങ്ങനെ എനിക്ക് പറയാനുള്ളത്. ഒരു വഴിയില്ലാത്തൊരവസ്ഥ വളരെ ബുദ്ധിമുട്ട്. 5 കിലോ അരി എടുത്തിട്ട് വീട്ടിൽ പോകാൻ പറ്റണില്ല. എനിക്കും വയ്യ, അമ്മയ്ക്കും വയ്യ. ഇത്രയാണ് ഒരു വഴി അത്യാവശ്യമാണിതിൽ. നാടിന് ഏറെ പ്രയോജനം ലഭിക്കുമായിരുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയതിലെ വീഴ്ചകൾ മൂലം യാതൊരു പ്രയോജനവും ഇല്ലാതെ ഒരു നോക്കുകുത്തിയായി മാറിയതിൽ ഏറെ നിരാശയിലും പ്രതിഷേധത്തിലുമാണ് നാട്ടുകാർ.